ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറി കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചെറിയ രീതിയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. നമുക്ക് 1 കിലോ ചിക്കന് 1 കപ്പ് അളവിൽ തേങ്ങ വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ഏലക്ക, ഇതുപോലെ 2 ഗ്രാമ്പൂ, കൂടെ ചെറിയൊരു പീസ് അളവിൽ മാത്രം കറുവാപ്പട്ടയും കൂടി. കറുവാപ്പട്ടയുടെ അളവൊന്നും കൂടിപ്പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചേർക്കുന്ന ഈ ഒരു 3 സ്പൈസസിൻ്റെയും അളവ് കൂടരുത്. കാരണം നമ്മളിതെല്ലാം കൂടി അരച്ച് ചേർക്കുന്നതിൻ്റെ പേരിൽ ഈ മസാലയുടെ ഫ്ലേവർ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അതിൻ്റെ പേരിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതുപോലെ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം കുരുമുളകും കൂടി, മുഴുവൻ കുരുമുളക്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ട് ഇരുന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ എല്ലാം പെട്ടെന്ന് കളറ് മാറിപ്പോകും. പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ നല്ല രീതിക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് സമയം എടുത്തൊന്ന് വറുത്തെടുക്കണം. വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് വറുക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറി കിട്ടും. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകട്ടെ, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മളതൊന്ന് വറുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് നല്ല കുറവാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ജീരകം കൂടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് നിന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. മസാല നല്ലതുപോലെ തന്നെ ആ പച്ച ടേസ്റ്റ് മാറണം, അതുവരെ ഒന്ന് വറുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വറുക്കാം കേട്ടോ. അതിൽ കൂടുതൽ സമയത്ത് വറുക്കണ്ട. ഇതിപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മസാല എല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുപ്പത്ത് വെക്കരുത്. ഇതൊന്ന് മാറ്റി വെച്ചേക്കണം. കാരണം അത്യാവശ്യം നല്ല ചൂട് നമ്മുടെ കടായിക്ക് ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഇടയ്ക്കൊന്ന് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ചെറിയ രീതിയിൽ ഇതൊന്ന് ചൂട് മാറി കഴിഞ്ഞിട്ട് മാത്രം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ തേങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കണം. ഇതൊരു നാടൻ കറിയല്ലേ, അതിൻ്റെ പേരിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊന്ന് ചേർത്തേക്കണം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് സവാളയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയിൽ 2 എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ചേർക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം ഒന്ന് വെന്തുടയട്ടെ. ഒരല്പനേരം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം ചിക്കൻ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഒരു 1-2 മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, കാരണം എങ്കിൽ പിന്നെ ആ ചിക്കനിലുള്ള ഒരു വെള്ളം വറ്റിപ്പോകും. ചിക്കനിൽ ഇച്ചിരി വെള്ളം ഉണ്ടാകും, അത് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അതല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒരു അല്പം മാത്രം വെള്ളം ചേർക്കാം, എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇതുപോലെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാം. നമ്മൾ ഇതുവരെ നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ തേങ്ങ അരച്ച് ചിക്കനിലേക്ക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ ചിക്കൻ കറിയുടെ കളർ ഇതുപോലെ ലൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് മാറും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിമിന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്നാൽ ശരി, ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് 1-2 തവണ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ കളറും നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ ഒന്നിരുന്ന് തിളയ്ക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് മല്ലിയില ചേർക്കുന്നില്ല, കാരണം നാടൻ കറിയല്ലേ, അതിൻ്റെ പേരിൽ മല്ലിയിലയുടെ ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കറി. ഉറപ്പായിട്ടും വറുത്തരച്ച ചിക്കൻ കറി ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ കറി ഉണ്ടാകുന്നത്. ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഈ വറുത്തരച്ച കറി കോമ്പിനേഷൻ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.